നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം. ICC ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിനുമുള്ള ഇന്ത്യയുടെ സ്ക്വാഡുകളിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള ചർച്ചയിലാണല്ലോ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുള്ളത്. നമ്മൾ വീണ്ടും വൈറ്റ് ബോൾ ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫി തൊട്ടു മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ഏകദിന ഫോർമാറ്റിനെ കുറിച്ചാണ് കൂടുതൽ ചർച്ചകൾ. മുഹമ്മദ് ഷാമി തിരികെ വരുമോ? അതാണ് ചോദ്യം. മുഹമ്മദ് ഷാമി തിരിച്ചുവരവിൻ്റെ തൊട്ടരികിലാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിലും അദ്ദേഹം ഉണ്ടാകും എന്നിപ്പോൾ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. റവ് സ്പോർട്സ് അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സാധ്യത കൂടുതലാണ് എന്ന്. അതുപോലെ ക്രിക്കറ്റ് നെക്സ്റ്റ്, അതായത് ന്യൂസ് 18 ക്രിക്കറ്റ് വിഭാഗമായിട്ടുള്ള cricketnext.com അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. മുഹമ്മദ് ഷാമിയുടെ തിരിച്ചുവരവ് സൂചിപ്പിക്കുന്നു. ഷാമി തന്നെ ഇന്നൊരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടല്ലോ നെറ്റ്സിൽ. അദ്ദേഹം കഠിനമായിട്ട് അധ്വാനം ചെയ്ത് തിരികെ വരാൻ ശ്രമിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. പ്രിസൈസ് പേസ് ആൻഡ് പാഷൻ ഓൾ സെറ്റ് ടു ടേക്ക് ഓൺ ദി വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ വീഡിയോ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് തിരികെ വരവിൻ്റെ സന്ദേശമാണ് എന്നാണ് ക്രിക്കറ്റ് ലോകം വിലയിരുത്തുന്നത്. ഏതായാലും 12-ാം തീയതിയോടുകൂടി, ജനുവരി 12 ചാമ്പ്യൻസ് ട്രോഫിക്കുള്ളതും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരക്കുള്ളതുമായിട്ടുള്ള ഇന്ത്യൻ സ്ക്വാഡുകൾ പ്രഖ്യാപിക്കുമെന്നാണ് റേവ് സ്പോർട്സിൻ്റെ റിപ്പോർട്ടിലുള്ളത്. ആരൊക്കെയായിരിക്കും ഇന്ത്യയുടെ സ്ക്വാഡിൽ ഉണ്ടാവുക? ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള 15 അംഗ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകും? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ ബൃഹത്തായിട്ടുള്ളൊരു റോസ്റ്റർ ഇന്ത്യൻ ടീമിന് മുന്നിലുണ്ട്, സെലക്ടേഴ്സിൻ്റെ മുന്നിലുണ്ട്. അതിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തും നോക്കുക. പരിഗണിക്കപ്പെടാവുന്ന താരങ്ങൾ നോക്കുക. ഓപ്പണേഴ്സായിട്ട് രോഹിത് ശർമ്മ, ശുഭ്മൻ ഗില്ല്, യശസ്വി ജയ്സ്വാൾ, രുദ്രാജ് ഗെയ്ക്വാദ്, അതുപോലെ തന്നെ അഭിഷേക് ശർമ്മ, ഇത്രയധികം താരങ്ങളുണ്ട്. ഇതിൽ ആരെയൊക്കെ എടുക്കും? ഇപ്പോൾ സ്പോർട്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായിട്ടുണ്ടാവുക. യശസ്വി ജയ്സ്വാൾ ബാക്കപ്പായിട്ടും സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. മധ്യനിരയിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളവരെ നോക്കുക. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, റിയാൻ പരാഗ്, രജത് പട്ടിദാർ, തിലക് വർമ്മ, സായ് സുദർശൻ, റിങ്കു സിംഗ്, ഇതിൽ ആരൊക്കെ എടുക്കുമെന്നുള്ളത് കണ്ടറിയണം. ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് KL രാഹുലും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പിംഗ് സ്പോട്ടിനായിട്ട് പരിഗണിക്കപ്പെടുന്നവർ. തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ T20 പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം T20 ടീമിലുണ്ടാവും, പക്ഷേ ഏകദിന ടീമിലുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും അദ്ദേഹത്തെ കൂടി പരിഗണനയിലേക്ക് വരും എന്ന പ്രതീക്ഷയിലാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികളുള്ളത്. ഓൾറൗണ്ടേഴ്സായിട്ട് അവൈലബിൾ ആയിട്ടുള്ളവരെ നോക്കുക. ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, ശിവൻ ദ്യൂബെ. അപ്പം അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാകുമെന്നാണ് മിക്കവരും പറയുന്നത്. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിലും സംശയമില്ല. നിതീഷ് കുമാർ റെഡ്ഡി ഒരുപക്ഷെ ബാക്കപ്പ് ഓപ്ഷനായിട്ട് വരാനുള്ള സാധ്യത കാണുന്നു. സ്പിന്നേഴ്സായിട്ട് കുൽദീപ് യാദവും, യശ്വന്ദ്ര ചാഹലും, രവി ബിഷ്ണോയും, വരുൺ ചക്രവർത്തിയും അവൈലബിൾ ആണ്. അപ്പോൾ ഓൾറെഡി രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ഒക്കെ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് കുൽദീപ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പേസേഴ്സായിട്ട് ഷാർദുൽ താക്കൂർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് ഷാമി, മുഹമ്മദ് സിറാജ്, ഹർഷ്ദീപ് സിംഗ്, ആവേശ് ഖാൻ, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ, ഇവരൊക്കെ അവൈലബിൾ ആണ്. ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ലെങ്കിൽ അദ്ദേഹം എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാകും. ഒരുപക്ഷെ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരങ്ങളിൽ അദ്ദേഹത്തിന് വിശ്രമം കൊടുത്തുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കും. ഷാമിയുടെ മടങ്ങി വരവ് ഇംഗ്ലണ്ടിനെതിരെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹം ഉണ്ടാകും. സിറാജിന് പക്ഷേ ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 പരമ്പരയിൽ വിശ്രമം കൊടുത്തേക്കാം, പക്ഷേ ഏതിന പരമ്പരയിൽ അദ്ദേഹം എത്തിയേക്കും എന്നുള്ള വാർത്തകളുമുണ്ട്. ഹർഷ്ദീപ് സിംഗ് എന്തായാലും പരിഗണിക്കപ്പെടുന്ന താരമാണ്. അപ്പോൾ ഇത്ര വലിയൊരു റോസ്റ്ററാണുള്ളത്. അതിൽ നിന്ന് വേണം ഇന്ത്യയുടെ 15 അംഗ സ്ക്വാഡിനെ തിരഞ്ഞെടുക്കാൻ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സുഖകരമായിട്ടുള്ള തലവേദനയായിരിക്കും അജിത് അഗാർക്കറിൻ്റെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്ക്. നമ്മളൊന്ന് നോക്കുകയാണ് ഇന്ത്യയുടെ ലൈക്ലി സ്ക്വാഡ്. ICC ചാമ്പ്യൻസ് ട്രോഫി 2025 ഇന്ത്യയുടെ ലൈക്ലി സ്ക്വാഡ് എങ്ങനെയായിരിക്കും? ന്യൂസ് 18.com അവരുടെ ക്രിക്കറ്റ് വിഭാഗമായിട്ടുള്ള ക്രിക്കറ്റ് നെക്സ്റ്റ് പറയുന്ന ഇന്ത്യയുടെ ലൈക്ലി സ്ക്വാഡ് നോക്കുകയാണ്. ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, പിന്നെ ശുഭ്മൻ ഗില്ല്, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുലും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പർമാരായിട്ട്, പിന്നെ ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, ഹർഷ്ദീപ് സിംഗ്, മുഹമ്മദ് ഷാമി. ഇതാണ് അവർ പറയുന്ന ഒരു ലൈക്ലി സ്ക്വാഡ്. 11 അല്ല, 15 അംഗ സ്ക്വാഡ്. എന്തായാലും ഓരോ ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത് നമ്മളൊന്ന് ക്രോഡീകരിച്ച് നോക്കുക. അതിൽ നിന്ന് നമുക്ക് ഏതാണ്ടൊരു ധാരണ കിട്ടും.
അധികം വൈകാതെ തന്നെ സ്ക്വാഡ് പ്രഖ്യാപിക്കാനും പോവുകയാണല്ലോ. എന്തായാലും കാത്തിരിക്കാം ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.